നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സന്ദീപ്, കുഞ്ഞ് ലിഫ്റ്റിനുള്ളിൽ തന്നെയോ? ലിഫ്റ്റിലോ? എടുത്തോ. കുഞ്ഞെവിടെയാ? എവിടെയാ കുഞ്ഞ്? എല്ലായിടത്തും നമ്മുടെ കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ ഈശ്വര, എന്റെ മോള്. സന്ദീപ്, അയാൾ കുഞ്ഞിനെ എവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേച്ചി കരയണ്ട, മോൾ ഇതിനകത്ത് എവിടെയുണ്ട്. എടുത്തി വന്നേ, നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. സന്ദീപ്, കുഞ്ഞ് ലിഫ്റ്റിനുള്ളിൽ തന്നെയോ? ലിഫ്റ്റിലോ? എടുത്തോ. ഈ ലിഫ്റ്റ് സ്ട്രക്കാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഇതിന്റെ ഓപ്പറേറ്റർ വിളിച്ചോണ്ട് വരും. ഞാൻ വിളിച്ചോണ്ട് വരാം. മോള് മുകളിലത്തെ നിലയിലാണെന്ന് തോന്നുന്നു. അവിടെ നിന്നാ കരച്ചിൽ കേൾക്കുന്നേ. വാ. എന്താ? ലിഫ്റ്റ് ഇപ്പൊ ശരിയാവും. ലിഫ്റ്റിനകത്ത് കുഞ്ഞിന് ശ്വാസം കിട്ടിയിട്ടുണ്ടാവത്തില്ല. വേഗം ഐസിലേക്ക് കൊണ്ടുപോകണം. ചേച്ചി വാ. ഒന്നും സംഭവിക്കില്ല, നീ ഒന്ന് സമാധാനായിരിക്കും. നമ്മുടെ മോള്. കുഞ്ഞ് നല്ല കരച്ചിലാ. എന്റെ മോള്. പേടിക്കണ്ട ചേച്ചി, ഇനി മോക്ക് ഒരു കുഴപ്പവും വരില്ല. അർച്ചനയോട് ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല.
എടുത്തി മോള് ഭയങ്കര കരച്ചില്, ശ്വാസം മുട്ടുന്നുണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് ഡോക്ടറിനെ ഒന്ന് കാണിക്കാം. വരട്ടെ. കുഞ്ഞിൻ്റെ ബ്രീത്തിങ്ങിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ചില ടെസ്റ്റുകളൊക്കെ നടത്തണം. ഞാൻ നോക്കിയിട്ട് നിസ്സാര പ്രോബ്ലമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. ശ്വാസം അകത്തേക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ കുഞ്ഞിനെന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. ടെസ്റ്റിലൂടെ മാത്രമേ അതറിയാൻ കഴിയൂ. ടെസ്റ്റ് ചെയ്ത് നോക്കണം ഡോക്ടർ. ഇടയ്ക്കിടയ്ക്ക് മോളിതുപോലെ കരയുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് അറിയണം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സിസ്റ്റർ, കുഞ്ഞിനെ ഐസിയുലേക്ക് മാറ്റും. ഇതാ. ശിവേട്ടാ, കുഞ്ഞിനിപ്പോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ലിഫ്റ്റിനകത്തായതിന്റെ ചെറിയൊരു അസ്വസ്ഥത, അത്രേ ഉള്ളൂ. ശരിയെന്നാ. ശിവേട്ടാ, മോൾക്ക് എന്ത് പറ്റി? കരച്ചിൽ നിർത്തുന്നില്ല. എന്തോ ടെസ്റ്റുകൾ നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. മോളുടെ കാര്യം എന്താ ഡോക്ടർ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ദാ ഭാഗത്തേക്ക് നോക്ക്. അവിടെ ഓ ഓ ഓ ഓ ഓ. ആരുടെ കുഞ്ഞിനെയാ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചത്? എന്റെയാണ് സർ. നിങ്ങൾ അയാളെ കണ്ടോ? ഓടുന്ന സമയത്ത് മിന്നായം പോലെ കണ്ടിരുന്നു. മുൻപരിചയം വല്ലതും തോന്നിയായിരുന്നോ? മുഖം മറച്ചിരുന്നതുകൊണ്ട് കണ്ടില്ല സർ. ഈ നിൽക്കുന്ന ആർക്കും പരിചയം തോന്നിയില്ല? ഇല്ല സർ, ഞാൻ അയാളെ പിടിക്കാൻ നോക്കിയിട്ടും സാധിച്ചില്ല. എന്നെ തള്ളിയിട്ടിട്ട് അയാൾ ഓടിയത്. നിങ്ങൾ ആ നെല്ലിശ്ശേരിയിലല്ലേ? അതെ. ഈ സംഭവം നടക്കുമ്പോഴൊക്കെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നു? ആ, ഉണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പറയാമോ? പറയാം സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.